പ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്ന പുതിയ വിവരമാണ് പ്രേക്ഷകരെ ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. നിമിഷപ്രിയയുടെ കുടുംബം കൊടുത്ത അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് യമനിലെ കോടതിയുടെ തീരുമാനം. വധശിക്ഷ നീട്ടിവെച്ച വിവരം അറിയിച്ചത് ആക്ഷൻ കൗൺസിൽ ആണ്. അതേസമയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഷെയ്ഖ് ഷഹീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി കൂടുതൽ ചർച്ചകൾ നടക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ വധശിക്ഷ എന്നേക്കുമായി റദ്ദാക്കപ്പെടുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ഈ മണിക്കൂറുകളിൽ വലിയ ആശ്വാസം തന്നെയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയ എന്ന മലയാളി സ്ത്രീക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം കിട്ടുമോ എന്നത് സംബന്ധിച്ച നിർണായകമായ മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്. കിരൺ ബാബുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, ഇതിപ്പോൾ വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബവുമായി സംസാരിക്കുക, അവിടെ ദയാധനം ഉൾപ്പെടെയുള്ളത് സ്വീകരിക്കാൻ അവർ ഒരുക്കമാണോ എന്നതിൽ വ്യക്തത കൈവരുക, എത്ര തുകയാണ് നൽകേണ്ടത്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം അനുവദിക്കുമോ, ഇതെല്ലാം നിർണായകമാണല്ലോ. എന്തു തന്നെയായാലും വധശിക്ഷ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും മാറ്റിവെക്കുന്നു എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, വെളിച്ചത്തിൻ്റെ ഒരു വലിയ വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചും നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിച്ചിരുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും. നാളെ ആയിരുന്നു വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതി. ഇന്ന് കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു മാറ്റിവെക്കൽ ഇളവ് അല്ലെങ്കിൽ ഒരു ഇളവ് ലഭ്യമായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേനെ. അതെന്തായാലും മറികടക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ്. അങ്ങനെ മാറ്റിവെക്കാൻ എന്തായാലും കോടതി അങ്ങനെ ഒരു ആവശ്യം ഇന്നാണ് കോടതി ഇന്ത്യൻ സമയം 10 കൂടിയാണ് യമനിലെ കോടതിയിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. അത്തരം ചില ചർച്ചകൾ ഈ കുടുംബവുമായും ഗോത്രസഭയുമായും നടക്കുകയാണെന്നും അവർ അനുകൂലമായ ചില പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ ചർച്ചയിൽ ഒരു തീരുമാനം ആകേണ്ടതുണ്ട്. അതിൻ്റെ സമയം ആവശ്യമാണ്. അതുകൊണ്ട് നാളത്തേക്കുള്ള വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. കേസിൻ്റെ മെറിറ്റിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ ഒന്നുമല്ല ഉന്നയിച്ചിരുന്നത്. ചർച്ച നടക്കുന്നു. അതുകൊണ്ട് ആ ചർച്ചയിൽ തീരുമാനം ആകാനുള്ള സമയം ആവശ്യമാണ്. അതുകൊണ്ട് വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. എന്തായാലും ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. നാളെ എന്തായാലും വധശിക്ഷ നടപ്പാകില്ല എന്ന് കരുതി പൂർണ്ണമായും മോചനം സാധ്യമായി എന്നല്ല, പക്ഷേ മോചനത്തിലേക്കുള്ള ഒരു വലിയ പ്രതീക്ഷ അവിടെ തുറന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസം നൽകുന്ന ഘടകം. ഇനി നടക്കേണ്ടത് ആ കുടുംബവുമായിട്ടുള്ള ചർച്ചകളാണ്. അത് ഔദ്യോഗികമായി പലതരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അത്തരത്തിലേക്കൊരു ഭരണ സംവിധാനങ്ങൾ, അത് യമനിലെ ഭരണകൂടം വഴിയുള്ള ചർച്ചകൾക്കൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നു. അത്തരം പരിമിതികൾ കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോയിരുന്നില്ല. കോടതിയിൽ അത്തരത്തിലേക്കുള്ള ഇടപെടലുകളൊക്കെ നടത്താൻ കഴിയും എങ്കിൽ പോലും ഈ കുടുംബമാണ് കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന യമനീസ് പൗരൻ്റെ കുടുംബാംഗങ്ങളാണ് ആത്യന്തികമായും കോടതിയിൽ ഇത്തരമൊരു തീരുമാനം അറിയിക്കേണ്ടത്. അവർ ഇസ്ലാം മത നിയമം അനുസരിച്ച് ദിയാധനം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അതോടൊപ്പം തന്നെ ചില പ്രായശ്ചിത്ത നടപടികൾ അംഗീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. അതുകൊണ്ട് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ആ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരാണോ കൊല്ലപ്പെട്ട ആളുടെ രക്തബന്ധുക്കൾ ഇതിന് അനുമതി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരുടെ അനുമതി ഔദ്യോഗികമായി ലഭിക്കണം. അത് കോടതിയെ അറിയിക്കണം. കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ കോടതി ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. കോടതിക്ക് ഇപ്പോൾ കഴിയുന്നത് അത്തരം വിഷയത്തിൽ കോടതി നേരിട്ട് ഇടപെടുകയില്ല. ആ പൗരൻ്റെ കുടുംബത്തോട് നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് കോടതി ആവശ്യപ്പെടില്ല. അതിനാണ് ഈ അനൗദ്യോഗികമായ മാർഗം ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായതാണ് കേരളത്തിൽ നിന്നും AP അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് തന്നെ അവിടുത്തെ യമനിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതൻ, യമനിലെയും ആ അറേബ്യൻ മേഖലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. മുഹമ്മദ് നബിയുടെ 39ാമത്തെ തലമുറയിൽപ്പെട്ട ആൾ എന്നൊക്കെ കരുതപ്പെടുന്ന ആൾ കൂടിയാണ്. അവിടെ ആ തരത്തിലേക്കുള്ള ഒരു മത പണ്ഡിതൻ എന്ന നിലയ്ക്ക് വ്യാപകമായ അംഗീകാരം ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആളുകൾ വഴി, പ്രതിനിധികൾ വഴി ഈ കുടുംബവുമായും ഗോത്രസഭയുമായും ബന്ധപ്പെടുന്നു. അങ്ങനെ ഗോത്രസഭയുമായും കുടുംബവുമായി ബന്ധപ്പെട്ട് പല റൗണ്ടിലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിലൊന്നും ഒരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചർച്ചകൾക്ക് പോലും തയ്യാറല്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ നിന്ന് ചർച്ചയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ കുടുംബത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. പ്രതീക്ഷ നൽകുന്ന പ്രധാന ഒരു ഘടകമാണ്. ഈ കുടുംബത്തിലെ ചില പ്രതിനിധികളൊക്കെ അത്തരത്തിലേക്കുള്ള ഒരു ദിയാധനം വാങ്ങിക്കൊണ്ട് പ്രായശ്ചിത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം
എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോത്രസഭയിലെ ചില ആളുകൾക്കും അത്ര അഭിപ്രായമുണ്ട്. പക്ഷേ ഇനി ഗോത്രസഭയ്ക്ക് പൂർണ്ണമായും അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് എത്തണം, കുടുംബത്തിന് അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് എത്തണം. കുടുംബത്തിൻ്റെ അഭിപ്രായം പോലെ തന്നെ പ്രധാനമാണ് ഗോത്രസഭയുടേത്. പ്രത്യേകിച്ച് ദക്ഷിണ യമനിലെ ഈ തലാലിൻ്റെ കുടുംബമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂർണ്ണമായും ഗോത്രസഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ അവിടെ ആത്യന്തികമായി ഈ ഗോത്രസഭകളാണ്. ഗോത്രസഭകളുടെ തീരുമാനം ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് ഗോത്രസഭ അംഗീകരിക്കണം. ഗോത്രസഭയുടെ തീരുമാനം എടുക്കുന്നതിന് അവരുടെ ഗോത്രസഭയുടേതായ ചില രീതികളൊക്കെ ഉണ്ട്. അവിടെ കുടുംബത്തിൻ്റെ തീരുമാനം നിർണായകമാണ്. ഗോത്രസഭാംഗങ്ങളിലെ മറ്റ് മതപണ്ഡിതന്മാരും ഒക്കെ ഉണ്ട്, അവരുടെ തീരുമാനമൊക്കെ നിർണായകമാണ്. അങ്ങനെ എല്ലാ തരത്തിലേക്കുള്ള വിശ്വാസപരമായ ഇടപെടലുകൾ, അതിനപ്പുറത്തേക്ക് ഒരു മാനുഷികമായ ഇടപെടലുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ധനപരമായ ഇടപെടലുകൾ, അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും ഇടപെടലുകൾക്കും മനുഷ്യനെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിനും അവരുടെ മനസ്സിൻ്റെ കാരുണ്യം ഉണർത്താനുള്ള ശ്രമങ്ങളും ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ട് മാത്രമേ ഈ കുടുംബത്തെ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക്, ഗോത്രസഭയെ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് പലപ്പോഴും ഗോത്രസഭകൾ ഏതെങ്കിലും വ്യവസ്ഥാപിതമായ രൂപം ഗോത്രസഭകൾക്കില്ല. അത് ലിഖിതമായ ഒരു ഭരണഘടനയോ രീതിയോ ഒന്നുമല്ല. അത് പരമ്പരാഗതമായി അവർ തുടർന്നു വരുന്ന രീതിയാണ്. പലപ്പോഴും ഇത്തരം ഗോത്രസഭകളുടെ പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറയുന്നത് വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിയമത്തിന് മുന്നിൽ തെളിവുകൾ പരിശോധിച്ചതിനപ്പുറത്തേക്ക് വൈകാരികമായ തീരുമാനങ്ങളാണ്. അത്തരം ഒരു വൈകാരിക തീരുമാനത്തിൻ്റെയൊക്കെ അനുകൂലമാക്കി വരണം. അതിനുശേഷം അത് കോടതിയെ അറിയിക്കണം. തീർച്ചയായും അതാണല്ലോ, അതായത് കിരൺ, ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയും അത് തന്നെയല്ലേ. അതായത് ഇറാനിലെ പ്രത്യേകമായൊരു, യമനിലെ പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ട്. അവിടെ ഈ സന എന്ന് പറയുന്ന പ്രദേശം തന്നെ ഹൂതികളുടെ കയ്യിൽ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ സൂഫി പണ്ഡിതന്റെ തീരുമാനമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറും. അതിനപ്പുറത്ത് ആ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന നിയമമുണ്ട്. അത് പലപ്പോഴും കിരൺ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രാദേശികമാകുന്ന മതമേലധ്യക്ഷന്മാരുടെ കൂടിയൊക്കെ കരുണയെ ആശ്രയിച്ചാണ് പല ശിക്ഷകളിലും ഇളവ് ലഭിക്കുക. ഇവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങൾ, ഹൂതികളാണ് ആ പ്രദേശത്തെ പ്രബലർ എന്നത്, അവിടെ സൂഫി തലവനുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്, ചർച്ചകൾ നടത്തേണ്ടത് എന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ കൂടി മുന്നിലുണ്ടല്ലോ. അതിനെ എത്രത്തോളം തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? അഭിലാഷ്, ഇതിപ്പോൾ വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറിച്ച് ഇതിനെ കുറെ കൂടി പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഇവർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് പോലും തയ്യാറില്ല എന്നുള്ളൊരു നിലപാടിൽ നിന്നിരുന്ന ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഈ പറയുന്ന ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന ഇസ്ലാം മത പണ്ഡിതന്, അദ്ദേഹത്തിനെ ഈ അവിടെ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാം മത പഠന കേന്ദ്രത്തിൻ്റെ സ്ഥാപകനുമൊക്കെയാണ്. യമനിൽ ആകമാനം ആ തരത്തിലേക്കുള്ള വലിയ ഒരു ആത്മീയ പരിവേഷമൊക്കെ ഉള്ള ഒരു നേതാവ് കൂടിയാണ്. പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം, എന്തായാലും ഇപ്പോൾ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഈ ഗോത്രസഭയായാലും കുടുംബമായാലും തുറന്നിട്ടിട്ടുണ്ട്. അത് ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇനി ആ കുടുംബത്തെ പൂർണ്ണമായും കിരണിലേക്ക് എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഉണ്ട്. അഡ്വക്കേറ്റ്